ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ടുള്ളത് ഒരു യൂട്യൂബ് ചാനൽ, ഹെവൻലി TV എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ള രഞ്ജിത്ത് ബ്രദർ, അദ്ദേഹം ആൽഫ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിദേശത്തേക്കൊക്കെ ആൾക്കാർ വിടുന്ന, പഠിക്കാനും അല്ലാതെ അഡ്മിഷൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരിക്കലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചാനലുണ്ട്. അപ്പോൾ ഒരു അറൗണ്ട് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ അതിൽ കുറച്ച് മെസ്സേജ് തരാമെന്ന് ചോദിച്ചത് കുറേ നാളായി, 4-5 മാസമായി. പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് അത് പറ്റിയത്. ഞാനൊന്ന് മറന്നുപോയായിരുന്നു. അവിടെ ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രദർ അത് ഷൂട്ട് ചെയ്ത്, ഹെറാൾഡ് ബ്രദറും അദ്ദേഹത്തിൻ്റെ ടീമും ആണത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ 7 മിനിറ്റുള്ള ടിപ്സ് ഓഫ് ട്രൂത്ത് പോലെ തന്നെ ഉള്ള എപ്പിസോഡ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത്. ആദ്യം 4 അങ്ങനെ ചെയ്തു. അതിനുശേഷം അടുത്ത എപ്പിസോഡ്, അപ്പം ഞാൻ പറഞ്ഞ 7 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ കൈ കാണിക്കണം, ഡിറ്റാ സാറിനെയും കൈ കാണിക്കണം, എന്തായാലും നിർത്തുന്നത്. അടുത്ത എപ്പിസോഡ് ചെയ്തത് ഇവർ കൈയൊന്നും കാണിച്ചില്ല. ഇത് 25 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ചോദിച്ചു, പുറത്ത് നല്ല ഫ്ലോ ഉണ്ട്, അതുകൊണ്ട് ബ്രേക്ക് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പിന്നെ ഓക്കെ ഫൈൻ. ലാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും 1.5 മണിക്കൂർ 7 മിനിറ്റ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ തീർക്കേണ്ട ഒരു സാധനം 1.5 മണിക്കൂറായിട്ട് ഇവർ അനങ്ങുന്നില്ല. അവസാനം പുള്ളി കാർഡ് തീരാറായപ്പോൾ എന്നെ ഇങ്ങനെ കൈയണിച്ചു, തീർന്നു കാണിച്ചു. അന്നേരം അവരെ നിർത്തിയത്. ഞാൻ പറഞ്ഞത് അത് കർത്താവ് തരുന്ന ഒരു ഗിഫ്റ്റും ഫ്ലോയും, വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഞാനിപ്പോഴും ഇങ്ങനെ ഉള്ള ഇത് വരുമ്പോൾ ഞാൻ കർത്താവിലങ്ങ് ആശ്രയിക്കും പൂർണ്ണമായിട്ടും. കാരണം കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവ് ചെയ്യണം, കർത്താവ് സംസാരിക്കും. നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒത്തിരി ശ്രോതാക്കളുണ്ട്, അവരോട് കർത്താവ് നേരിട്ട് സംസാരിക്കുക. അതിന് കർത്താവിന് ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മൈക്രോഫോൺ വേണം. സംസാരിക്കുന്നത് കർത്താവ്. അപ്പോൾ എനിക്ക് അതിൽ സന്തോഷമായിട്ട്, ഞങ്ങളൊരു പാർക്കിൽ നിന്ന് വേളിയിൽ പാർക്കുണ്ട്, വേളിയിൽ പാർക്ക്, അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തു. ആദ്യമേ കുറച്ച് എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോൾ ചുറ്റും ആൾക്കാരുണ്ട്, അവർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാനുള്ള പറഞ്ഞു. രണ്ടാമത് ഈ 1.5 മണിക്കൂർ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് അവിടെ എല്ലാ ആൾക്കാരാണ്, മുഴുവൻ ലവേഴ്സ്, കപ്പിൾസ് അങ്ങനെയുള്ളവരുടെ സ്ഥലമാണ്. രാവിലെ ഒരു 11 മണിയാകുമ്പോൾ പോയതാണ്. അല്ല 11 കേട്ടോ, 8:30 ആകുമ്പോഴത്തേന് പോയത്. അപ്പോൾ കുറച്ച് ലോൺലി ആയിട്ടൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളിരിക്കുന്നു തൊട്ടടുത്തൊരു പെൺകുട്ടി, എനിക്കൊന്ന് ഒരു 12th പിന്നെ പരിചയപ്പെട്ട് 12th പഠിക്കും. അപ്പോൾ ഞങ്ങളടുത്ത് ഷൂട്ടിങ് തുടങ്ങുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു പറഞ്ഞു. പക്ഷെ അവൾ പോയില്ല, അവൾ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് നേരം കഴിയുമ്പം എനിക്ക് ഈ സൈഡിൽ കൂടെ കാണാം അവിടെ ഫ്രണ്ട്സ് വന്ന് വിളിക്കുന്നുണ്ട്. അവൾ പോകുന്നില്ല. പിന്നെ അവർ രണ്ടുപേരും വന്ന് കൂടെ ഇരുന്നിട്ട് അവരും എഴുന്നേറ്റ് പിന്നെ അവൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മെസ്സേജസ് മാറാതെ ഞാനായിട്ടല്ല, എൻ്റെ ഉള്ളിൽ ഓൾ സ്പിരിറ്റ് അതിനെ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി. യൂത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. യൂത്തിന് ആവശ്യമായിട്ടുള്ള യൂത്തിൻ്റെ ഇന്നത്തെ പ്രയോറിറ്റീസ് എന്താണ്, ആ പ്രയോറിറ്റീസ് മാറണം, അതെല്ലാം ടെമ്പററിയാണ്, ഈ ലോകത്തിൻ്റെതാണ്, അത് മാറണം എന്നെല്ലാം പറഞ്ഞ് അത് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് മുഴുവൻ ഞങ്ങളെ ഷൂട്ട് കഴിയുന്നവരെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ പരിചയപ്പെട്ടു 12th പഠിക്കുകയാണ്. പിന്നെ ഒരു ക്ലാസ്മേറ്റ്സ് എല്ലാം കൂടെ അവിടെ കറങ്ങും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അവരോട് അടിച്ചു വിളിക്കാൻ പറഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നിയില്ല. ഞാനിപ്പോൾ അതിനോട് പറഞ്ഞു, ഷീസ് ഫ്രം എ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്, വിദ്യ. ഞാൻ പറഞ്ഞു, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ച് പേർപ്പസ് ഉണ്ട്, അതുകൊണ്ടാണ് നീ ഇവിടെ എഴുന്നേറ്റ് പോകാതെ ഇവിടെ ഇരുന്ന് മുഴക്കേട്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല, കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ നിന്നോട് സംസാരിച്ചതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ ബൈബിൾ ഉണ്ടെന്നോ, ബൈബിൾ വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഉണ്ട്, വീട്ടിലുണ്ടെന്നോ. അവർ വായിക്കണം, ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിക്കണം. കാരണം ജീസസ് ക്രൈസ്റ്റ് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ക്രിസ്ത്യാനികൾ മാത്രം ദൈവമല്ല. ക്രിസ്ത്യാനികൾക്കോ ജീസസ് ക്രിസ്ത്യൻ വേണ്ട, ഇനി ബാക്കിയുള്ളവരെങ്കിലും കൊണ്ടുപോട്ടെ. നമ്മൾ പറഞ്ഞ അവകാശപ്പെട്ടാൽ പോരെ. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ദോസ് ഹു ഫോളോഡ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അനുഗമിച്ചവർക്കാണ് ആ പേര് വന്നു. അല്ല ക്രിസ്തുവിൻ്റെ നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുകയും തമ്മിൽ തല്ലി തല അടിച്ചു പൊട്ടിക്കുകയും ഖേരാവ നടത്തുകയും സത്യാഗ്രഹം നടത്തുകയും നടുറോഡിൽ പ്രാർത്ഥനായജ്ഞം നടത്തുന്നവരല്ല ക്രിസ്ത്യൻസ്. കർത്താവിനെ അനുഗമിക്കുന്നതിനെ കർത്താവ് കാണിക്കുന്ന മാതൃക അനുഗമിക്കുക, ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനും സ്നേഹിക്കാനും ഒക്കെ, കരുണ കാണിക്കാനും ഒക്കെ.
അപ്പോൾ അതിനോട് അങ്ങനെ സംസാരിച്ചു. ആ ഒരു ബോധ്യം കൊടുത്തു. വലിയ സന്തോഷം തോന്നി. കാരണം നമുക്കറിയത്തില്ല കർത്താവിൻ്റെ വഴികൾ എങ്ങനെയാണ്. കർത്താവ് നേരത്തെ തീരുമാനിച്ചിരുന്നായിരിക്കാം ഇവിടെ പോകണമെന്നും ഇങ്ങനെ ഒരാളെ കാണുമെന്നും അതിനോട് പ്രയോജനപ്പെടണമെന്നൊക്കെ. എനിവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ആ കൊച്ചിനോട് കൂടുതൽ ഇതായിട്ട്. പിന്നെ പരിചയപ്പെട്ടുള്ള മനസ്സിലായി 12th പഠിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിവേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഒരാൾ ബ്രദർ, അദ്ദേഹം നല്ലൊരു സഹോദരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ യൂത്തിന് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയാസിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള ആളാണ്. അതൊക്കെ എങ്ങനെയാണ് അതിനെ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത്, കണ്ടൻസ് ഒക്കെ എന്തായിരിക്കണം, അല്ലാതെ ആൾക്കാരെ എങ്ങനെ അതിലോട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് താല്പര്യമില്ല, എന്നോട് കർത്താവ് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് യൂത്തിനോട് സംസാരിക്കണം. വേറെ 1-2 പേര് കൂടെ അത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് നടന്നില്ല. പക്ഷേ സമയമായി തോന്നി. ഞാൻ പറഞ്ഞു അദ്ദേഹം റാന്നിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അദ്ദേഹം ബ്രദർ അത് എങ്ങനെയാണോ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ, അത് ബ്രദർ ചെയ്യണം. പക്ഷേ ഞാൻ ഒരു കാര്യം ഓർമ്മ, എനിക്കൊരു റവന്യൂവും വേണ്ട. മാക്സിമം ആൾക്കാർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് റവന്യൂ ഇല്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ട്, കർത്താവ് തന്ന കുറേ ബോധ്യങ്ങളുണ്ട്. ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. എന്നെക്കാട്ട് ശ്രേഷ്ഠമായിട്ട് എത്രയോ ദൈവാസമാണ്. ഞാൻ പലരെയും പരിചയപ്പെടും. ഇവർക്ക് എത്രയോ ശ്രേഷ്ഠന്മാരാണ്. എന്നെക്കാൾക്ക് എത്രയോ പ്രാർത്ഥിക്കുകയും എന്താ പറയുക ആ ഒരു ദൈവമക്കൾ ജീവിക്കുന്ന പോലെ എല്ലാത്തിനും വേർപെട്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് എന്നെയും സ്നേഹിക്കുന്നത്? കാരണം കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതും പുതിയ വഴികളും വാതിലും തുറക്കുന്നതും. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ പെർഫെക്റ്റായിട്ടല്ല. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതി. അതിൻ്റെ റീസൺ എനിക്കറിയത്തില്ല. കർത്താവ് എനിക്ക് ചെയ്യട്ടെ.